ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്യാരറ്റ് മുട്ട തോരനാണ്. അതിന് വേണ്ടി ക്യാരറ്റ് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കണം. അത് 250 ഗ്രാം ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം അത് ഒരു കുക്കറിലിട്ട് ഒരു വിസിലോളം വരുന്ന തരത്തിൽ വേവിച്ചെടുക്കുക. അതിലോട്ടൊരു കുറച്ച് ഉപ്പും വളരെ കുറച്ച് വെള്ളം മാത്രം. ഇത് വരുമ്പോൾ തീരെ വെള്ളം പാടില്ല. അതിന് ശേഷം ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ കുറച്ച് ഒരു സവാളോളം ചേർത്ത് കൊടുത്ത് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഒരു ഇടിച്ച മുളക് ഒരു സ്പൂണോളം അതിൽ ചേർത്ത് കൊടുക്കുക. അത് നല്ലപോലെ പിന്നെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് മൂത്ത് വരുമ്പോൾ കോഴിമുട്ട 2 ഉടച്ച് നമ്മളതിൽ ഒഴിച്ച് കൊടുക്കണം. ഒന്നാമത്തെ ഒഴിച്ചു, ഇനി രണ്ടാമത്തും കൂടി ഒഴിക്കുന്നു. ഇനി അത് നല്ലപോലെ പൊടിയാവുന്നത് വരെ നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ പൊടിയാവണം. ഇളക്കി കൊടുത്ത് ആയി വന്നു കഴിഞ്ഞാൽ കുറച്ച് നാളികേരം അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതും നല്ലപോലെ അതിലോട്ട് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വരുന്ന വിധത്തിൽ അത് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ക്യാരറ്റ് അതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ആ ഇട്ട് കൊടുത്തൊരു 5 മിനിറ്റോളം നല്ലപോലെ അത് മൂടി വെച്ച് വേവിക്കണം. ആ മുട്ടയുടെ ഫ്ലേവറും ക്യാരറ്റിൻ്റെ ടേസ്റ്റും ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത് 5 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് വേവിക്കണം. അതിന് ശേഷം പാകമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു ഇലയിലോട്ട് നമ്മളത് സർവ് ചെയ്യുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.